ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. അതേസമയം ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ BJPയിൽ ആശങ്ക തുടരുന്നു. മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം 94 ലോക്സഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 12 സംസ്ഥാനങ്ങളിൽ നിന്നും 1351 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സൂറത്ത് ഒഴികെയുള്ള 25 മണ്ഡലങ്ങളിലാണ് ഇവിടെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 9, ഛത്തീസ്ഗഡിലെ 7 മണ്ഡലങ്ങളിലും ബീഹാർ, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും ജനം മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയുവിലെയും ഗോവയിലെയും 2 വീതം മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിലെ 1 മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, KS ഈശ്വരപ്പ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, സുപ്രിയ സുലെ തുടങ്ങി പ്രമുഖർ മൂന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. അതേസമയം പ്രചാരണം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ സഖ്യവും BJPയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും ഒഡീഷയിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി തെലങ്കാനയിലാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ BJPയിൽ ആശങ്ക തുടരുകയാണ്. ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് BJPക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഒന്നാം ഘട്ടത്തിൽ 66.14%, രണ്ടാം ഘട്ടത്തിൽ 66.71% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി നടത്തിയ വിദ്വേഷ പരാമർശവും BJP നേതാക്കൾക്കെതിരെ ഉയരുന്ന ലൈംഗിക അതിക്രമ പരാതികളും BJPയെ അലട്ടുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.